നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ കേരളത്തിലാണ് കേട്ടോ. കബനിപ്പുഴയാണ് ഈ ഒഴുകുന്നത്. ഈ കടവിൽ നിന്ന് എപ്പോഴും അക്കരയ്ക്ക് കടത്ത് സർവീസ് ഉണ്ട്. തോണിയിൽ നമ്മൾ ഒരു 10 രൂപ കൊടുത്ത് അക്കരെ കടന്നാൽ അത് കർണാടകത്തിലെ വൈരക്കൂപ്പ എന്ന സ്ഥലമാണ്. അതുമാത്രമല്ല, ടോവിനോ നായകനായി അഭിനയിച്ച മിന്നൽ മുരളി എന്ന സൂപ്പർ ഹിറ്റ് ഫിലിമിൻ്റെ ലൊക്കേഷനും ഈ ഒരു ഭാഗത്തായിരുന്നു. അതുകൂടാതെ മദ്യപാനികളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത്. ഈ ഒരു കടത്ത് തോണിയിൽ നമ്മൾ കർണാടക അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തെ അപേക്ഷിച്ച് കേരളത്തിൽ ലഭിക്കുന്നതിൻ്റെ പകുതി വിലക്ക് മദ്യം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. വേറെയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച്. അതാണ് വയനാട്ടിലുള്ള വന്യമൃഗങ്ങളെയും കാണാം ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ. ഈ കാണുന്നതാണ് മുള്ളംകൊല്ലി ജംഗ്ഷൻ കേട്ടോ. ഇവിടെ നിന്ന് ഇനി അടുത്ത ഒരു ചെറിയൊരു ടൗണ്, അതാണ് പെരിക്കല്ലൂർ. കുറഞ്ഞ കടകളും ചെറിയൊരു സ്കൂളും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമുള്ള ചെറിയൊരു ഗ്രാമമാണ് പെരിക്കല്ലൂർ. നമ്മൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ ഇതുവരെ മാത്രമാണ് വരാൻ കഴിയുക. കാരണം ഇവിടെ ബസ് നിർത്തിയിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. ഇവിടെ നിന്ന് 1/2 കിലോമീറ്ററോളം നടന്നിട്ട് വേണം നമുക്ക് കടവത്ത് എത്തിച്ചേരാൻ. ഈ കടവിൽ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ നിന്ന് കർണാടകത്തിലോട്ടും കർണാടകത്തിൽ നിന്ന് കേരളത്തിലോട്ടും ആളുകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടറിഞ്ഞുകൊണ്ട് പല വിനോദസഞ്ചാരികളും ഇവിടെ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. തോണിക്കാരനാണോ? അത് ശരി. അത് അപ്പുറത്ത് കർണാടക അല്ലേ? കർണാടക ബൈലക്കൂപ്പ, വൈരക്കൂപ്പ. അറിയാം വൈരക്കൂപ്പ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേരളത്തിലാണ് കേട്ടോ. നമ്മുടെ അക്കരെ കാണുന്നതാ, ഇവിടെ തോണികളുണ്ട്, കടത്ത് തോണികളുണ്ട്. 10 രൂപ കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് അക്കരയ്ക്ക് കിടക്കാം. 10 രൂപ കൊടുത്ത് അക്കരെ കടന്നാൽ നമുക്ക് കർണാടകത്തിൽ എത്തിച്ചേരാം. കർണാടകത്തിലെ ബൈരക്കൂപ്പ എന്ന ഒരു സ്ഥലമാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ കർണാടകത്തിൽ സിമ്പിളായിട്ട് കർണാടക സ്റ്റേറ്റിലേക്ക് കിടക്കാം. അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് വയനാട്ടിലുള്ള ഈ ഒരു സ്ഥലം. 2 ആളുകാരുണ്ട്. മറിയോ ആഹാ, തോണി സ്റ്റാർട്ട് ചെയ്തു. തോണീൻ്റെ ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മുടെ ടോവിനോ തോമസ് അഭിനയിച്ച മിന്നൽ മുരളി എന്നൊരു ഫിലിമുണ്ട്. ആ ഫിലിമിൻ്റെ കൂടുതൽ ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു സ്ഥലം. ടോവിനോ ഒരു തോണി തുഴഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അത് ഈ ഒരു കടവിൽ വെച്ചാണ്. അന്ന് ഫിലിമിൽ ഉപയോഗിച്ച ഒരു തോണി അവിടെ കിടക്കുന്നുണ്ട്, ഒരു മഞ്ഞ കളർ തോണി. കബനിപ്പുഴ. ഇത് കബനിപ്പുഴയും നമ്മുടെ പനമരം പുഴയും കൂടി ജോയിൻറ്റിന് ഒരു ഭാഗമുണ്ട് അവിടെ. അവിടെ അങ്ങനെ ചെറിയൊരു ചെക്ക് ഡാമൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു തോണി യാത്രക്ക് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്നും കർണാടക സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടി. അതാണ് പെരിക്കല്ലൂർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. തോണി ഇപ്പോഴും ഉണ്ടല്ലേ? അങ്ങോട്ട് കൂടെ ഇങ്ങനെ ബസ് എടുക്കും. എത്ര തോണിയുണ്ട് ഇവിടെ? ആ, ഇന്നോ? അതെ, അത് ശരി. എത്ര മണി വരെ ഉണ്ട് കടത്ത്? 7 വരെ. ആ, തോന്നുന്നല്ലോ നീ പോണണ്ടേ പോ.
എന്താണ് കട്ടിൽ? അവരോട് ചോദിച്ചാൽ മതി. അതാ വലിയ മീനാണ്. വേറെ ഇതൊന്നുമില്ല, മായമന്ത്രാത്ത മീനാണ്, ഫ്രഷ് മീനാണ്. പിന്നെന്താ, ഇത് ഉച്ചക്ക് വരുന്ന മീനാണ്. ഒരു മണിക്ക് വന്ന മീനാണ്. രാവിലെ വന്ന മീൻ തീർന്നു പോയി നോക്കിനാ എനിക്കറിയാലോ, അങ്ങനെ വാങ്ങുന്നില്ല. 150 പറഞ്ഞു. 150. 150. അപ്പോൾ കേരളത്തിൽ നിന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കർണാടക സ്റ്റേറ്റ് കടന്നു കേട്ടോ. അതും 10 രൂപ കൊടുത്ത് തോണിയിലാണ് കേരളത്തിൽ നിന്നും ഞങ്ങൾ കർണാടക സ്റ്റേറ്റിലേക്ക് എത്തിയത്. കുറച്ചങ്ങോട്ട് നടന്നു പോയി നോക്കി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി. അപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ ആയിട്ടാണ് നമുക്ക് തോന്നിയത് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആ കബനിപ്പുഴയിലെ ആ കടവിൽ നിന്ന് തോണി വഴി നമ്മൾ ഇപ്പോൾ കർണാടക എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ നമുക്ക് കർണാടകത്തിൽ ഏതെങ്കിലും സ്ഥലം വേണമെങ്കിൽ പോവാം. ഇവിടുന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ മൈസൂർക്ക് വരണം? 90 കിലോമീറ്റർ. 90 കിലോമീറ്റർ മൈസൂർക്ക് വരുന്നുള്ളൂ. നമ്മൾ ബൈക്ക് കൊണ്ടാണ് വരുന്നതെങ്കിൽ ബൈക്ക് തോണി വഴി ഇങ്ങോട്ട് കടത്തിയിട്ട് ഇവിടെ നമുക്ക് മൈസൂരൊക്കെ പോവാം. പിന്നെ ഇവിടെ വന്നാൽ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ് കാണാനുള്ളത്. ഇവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം നടന്ന്. കർണാടക മൊത്തം കാണാം നമുക്ക്. അങ്ങനെ പ്രത്യേകത കൂടെ ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മദ്യത്തിനല്ലേ, മദ്യത്തിന് നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് പകുതി വിലയുള്ളൂ ഇവിടെ. അപ്പോൾ കുടിയന്മാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഒരു 10 രൂപ തോണിക്ക് കൊടുത്താൽ ഇപ്പുറം വന്നിട്ട് നല്ല വീശി അടിച്ച് പാമ്പായിട്ട് തിരിച്ചു പോകാം. നമ്മളെ കേരളത്തിൽ 600-700 രൂപ കിട്ടുന്ന സാധനം 200-300 രൂപക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ഒരു സ്ഥലത്തിന്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ബൈരക്കുപ്പ എന്നല്ല പറഞ്ഞു. ബൈരക്കുപ്പ ഏരിയ പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ്. അതെ, ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീടുകൾ, ഷെഡുകൾ അങ്ങോട്ട്. ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ അവിടെ കാണുന്നുണ്ട്. മെയിനായിട്ട് തേക്കാണ് കാണുന്നത് കേട്ടോ. തേക്ക് മരങ്ങളല്ലേ? ഇങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലം ഇതാണ് കേട്ടോ. ഈ ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ വളരെ ചീപ്പ് റേറ്റിന് മദ്യം ലഭിക്കും. ഓരോ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് 40 രൂപക്ക് 30 രൂപയൊക്കെ മദ്യം ആളുകൾ വാങ്ങി പോക്കറ്റിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടു. പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു കബനിപ്പുഴയിലൂടെ ഒരുപാട് ദൂരം ഇങ്ങനെ തോണിയിൽ നമുക്ക് ഒരു തോണി സർവീസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെയുണ്ട്. നമ്മളൊരു 300 രൂപ കൊടുത്താൽ ഇവർ ഈ തോണി നിറയെ ആളുകളെയും കയറ്റിയിട്ട് നമുക്ക് ഈ ഒരു പുഴ മുഴുവൻ കൊണ്ടുപോയി കാണിച്ചു തരും. അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ കാലത്ത് മുതൽ രാത്രി വരെ ഇവിടെ കാണുന്ന മറ്റൊരു കാഴ്ചയാണ്, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു പന്തിക ഉണ്ടാവും. എല്ലാവരും നല്ല തരിപ്പിലായിരിക്കും ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഒരുവിധം ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് വെള്ളമടിച്ച് നല്ല പാമ്പായി തിരിച്ചു പോകാൻ വേണ്ടിയാണ്. നല്ല പാട്. വേറെ പാട് കയറിയാ രസിക മഞ്ഞ അങ്ങനെ കർണാടകത്തിൽ പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. നമ്മുടെ കേരളത്തിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ഈ ഒരു യാത്ര. പെരിക്കല്ലൂർ എന്ന ഗ്രാമത്തെക്കുറിച്ച് ഒരുപാട് അറിയാൻ കഴിഞ്ഞു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അത്രക്കും മനോഹരമായിരുന്നു. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണെന്ന് ഇവിടെ ഒരു പോസ്റ്ററൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക. പെരിക്കല്ലൂരിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഈ വീഡിയോയുടെ താഴെ